നമസ്കാരം. PS ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ന് നടന്ന LGS പരീക്ഷയിലെ ആൻസർ കീ ആണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ്. നമുക്കറിയാം 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് അല്ലേ? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ്, ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരമേത് എന്നാണ് ചോദ്യം. ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ് അല്ലേ? ചമ്പാരൻ സത്യാഗ്രഹം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? റൗലറ്റ് നിയമം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? റൗലറ്റ് നിയമമാണല്ലേ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ആർക്കാണ്? ഇതാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത്. ഓപ്ഷൻ ഡി ഉദ്ധം സിംഗ്. ഓപ്ഷൻ ഡി ഉദ്ധം സിംഗ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങളിൽ എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആര് എന്നാണ് ചോദ്യം. എന്താണ്? ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നതിന് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി ഡോക്ടർ BR അംബേദ്കർ ആണല്ലേ. ഡോക്ടർ BR അംബേദ്കർ. നെക്സ്റ്റ്, ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധമില്ലാത്തത് ആർക്കാണ്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധമില്ലാത്തത് ആർക്കാണ്? അത് ഓപ്ഷൻ ബി ഡോക്ടർ S രാധാകൃഷ്ണനാണ് ശരിയായിട്ടുള്ള ഉത്തരം. ആരാണ്? ഡോക്ടർ S രാധാകൃഷ്ണൻ. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ മൗലിക അവകാശങ്ങളിൽ പെടുന്നവ ഏതെല്ലാം എന്നാണ് ചോദ്യം. ഇതിൽ PSC കൊടുത്ത ഉത്തരം ഏതാണ്? യെസ്, 1, 3, 4, 6 എങ്കിൽ ഇതിൽ സ്വത്ത് വാങ്ങാനുള്ള അവകാശമാണ് മൗലിക അവകാശങ്ങളിൽ പെടാത്തവ. ബാക്കി എല്ലാ ഉത്തരങ്ങളും എന്താണ്? നമ്മുടെ മൗലിക അവകാശങ്ങളിൽ പെടുന്നവയാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ? നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏതാണ്? നമുക്ക് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായി കോടതിയെ സമീപിക്കാനാവോ? ഇല്ല അല്ലേ? കോടതിയെ സമീപിക്കാനാകില്ല. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ് എന്നാണ് 9ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ഇന്ത്യയാണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ്, 10ാമത്തെ ക്വസ്റ്റ്യൻ, പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല എന്താണ്? നമുക്കറിയാം നിയമനിർമ്മാണമാണ് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല. പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല എന്താണ്? ഓപ്ഷൻ ബി നിയമനിർമ്മാണം. നെക്സ്റ്റ്, 11ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യം ഏതാണ്? ഓപ്ഷൻ എ ആലുവ മണപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി എന്നതാണ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെടാത്ത കാര്യം. ഓക്കെ, യെസ്. ഇനി ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആരാണ്? അത് ക്യാപ്റ്റൻ ലക്ഷ്മി. ഓപ്ഷൻ സി ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആരാണ്? ക്യാപ്റ്റൻ ലക്ഷ്മി. 13ാമത്തെ ക്വസ്റ്റ്യൻ, കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? യെസ്, ഓപ്ഷൻ ബി വള്ളത്തോൾ നാരായണ മേനോൻ. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. നെക്സ്റ്റ്, സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികളല്ലേ. സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. ഓർത്തിരിക്കുക. ഇനി സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ച ആരാണ്? സ്വദേശാഭിമാനി പത്രം നമുക്കറിയാം വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. നെക്സ്റ്റ്, 16ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണല്ലേ. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ്? ഓപ്ഷൻ സി ബ്രസീൽ. ആരാണ്? ഓപ്ഷൻ സി ബ്രസീൽ. നെക്സ്റ്റ്, 17ാമത്തെ ക്വസ്റ്റ്യൻ, ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുമ്പ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ്? ഓപ്ഷൻ സി റെനിൽ വിക്രമസിൻഹ. ആരാണ്? റെനിൽ വിക്രമസിൻഹ. നെക്സ്റ്റ്, ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ
എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാരാണ്? അത് VP മേനോൻ. ഓപ്ഷൻ ബി VP മേനോൻ. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാരാണ്? VP മേനോൻ ആണല്ലേ. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ, ഇരുമ്പുരുക്ക് ശാലകളും സഹായം നൽകിയ രാഷ്ട്രങ്ങളും ചേരുംപടി ചേർക്കാനാണ്. അപ്പം ഭിലായ് ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡ്. എന്നാണ് സഹായം നൽകിയ രാഷ്ട്രം ഏതാണ്? നമുക്ക് സോവിയറ്റ് യൂണിയൻ. ഇനി ബൊക്കാറോ ജാർഖണ്ഡ്, സോവിയറ്റ് യൂണിയൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി റൂർക്കേല ഒഡീഷ ജർമ്മനി. ഇനി ദുർഗാപൂർ പശ്ചിമ ബംഗാൾ ബ്രിട്ടൻ. അപ്പം A1 B2 C3 D4 അല്ലേ. അപ്പോൾ ശരിയായത് ഓപ്ഷൻ A ആണ് ശരിയായിട്ടുള്ള ഇത് വരുന്നത്. ഓക്കെ അല്ലേ. ഇനി വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി അല്ലേ. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ, പുതിയ സഹസ്രാബ്ദങ്ങളിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം 1986. പുതിയ സഹസ്രാബ്ദങ്ങളിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം 1986. നെക്സ്റ്റ്, രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? അത് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. ഏതാണ്? ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിലുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. നെക്സ്റ്റ്, ലോക ഫുട്ബോൾ ദിനം എന്നാണ് കൂട്ടുകാരെ? അത് മെയ് 25. ഓപ്ഷൻ ബി മെയ് 25. ലോക ഫുട്ബോൾ ദിനം മെയ് 25 ആണല്ലേ. നെക്സ്റ്റ് 24ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ് പ്രതിഭ റായ്. ആരാണ്? പ്രതിഭ റായ്. 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? പ്രതിഭ റായ്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റ് ഏത് എന്നാണ് ചോദ്യം. ഇതിൽ തെറ്റായിട്ട് വരുന്നത് ഏതാണ്? ബിയും ഡിയുമാണ്. ബിയും ഡി, അതായത് ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക. ഇത് ബിയും ഡിയുമാണ് എന്താണ് തെറ്റായ വിവരം. ഇനി നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? സിയാച്ചിലാണല്ലേ. സിയാച്ചിൽ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? സിയാച്ചിൽ. നെക്സ്റ്റ്, ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങളിൽ തെറ്റ് ഏത്? ഓപ്ഷൻ ബി കിഴക്ക് ഭൂട്ടാൻ. ഓപ്ഷൻ ബി ആണ് ഇതിൽ തെറ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ് 28ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ ബി ഹിമാലയമാണ് ശരിയായിട്ട് ഉത്തരം. ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാനെ കണ്ടെത്തുക ഏതാണ്? ഓപ്ഷൻ ബി ഹിമാലയമാണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ്, ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ തെറ്റായ വിവരം ഏത്? ഇതിൽ തെറ്റായത് ഓപ്ഷൻ സി ആണ് തെറ്റായിട്ട് വരിക. ശൈത്യകാലത്ത് പശ്ചിമ ബംഗാൾ അനുഭവപ്പെടാറുള്ള ഇടിയോട് കൂടിയ ശക്തമായ മഴയാണ് കാൽ ബൈശാഖി എന്ന പ്രസ്താവനയാണ് തെറ്റായിട്ട് വരിക. നെക്സ്റ്റ്, കേരളത്തിലെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരി ഏത് എന്നാണ് ചോദ്യം. ഇവയിൽ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ട് വരിക. ഓക്കെ അല്ലേ? യെസ്. 31ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത് സൂചനകളിൽ നിന്നും പ്രദേശം തിരിച്ചറിയുക എന്നാണ് പറഞ്ഞത്. പശ്ചിമഘട്ടത്തിനും പൂർവ്വഭാഗത്തിലുള്ള തമിഴ്നാടിനെയും പശ്ചിമ ഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാത എന്താണ്? പശ്ചിമഘട്ടത്തിൻ്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാത ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട്. ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ്. ഈ 3 പ്രസ്താവനകളിൽ നമുക്ക് മനസ്സിലാവും ഏതിനെ കുറിച്ചാണ് പറയുന്നത്? പാലക്കാട് ചുരം. ഓപ്ഷൻ ബി പാലക്കാട് ചുരവുമായി ബന്ധപ്പെട്ടതാണ് ഈ 3 എന്നാണ് യെസ് പ്രസ്താവനകളും. ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ നദികളെ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തുക. ഇതിൽ ശരിയായിട്ട് ഉത്തരം വരിക ഏതാണ്? ഓപ്ഷൻ ഡി ഏതാണ്? ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, കടലുണ്ടി, കല്ലയാർ എന്ന രീതിയിലാണ് വരിക.
നെക്സ്റ്റ് കേരളത്തിലെ നദികൾ ഒറ്റയാനായി കണ്ടെത്തുക. ഇതിൽ ഓപ്ഷൻ ഡി നെയ്യാറാണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഈ താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ്? ഓപ്ഷൻ സി NW നാഷണൽ വാട്ടർവേ 3 ആണല്ലേ, നാഷണൽ വാട്ടർവേ 3 ആണ്. നെക്സ്റ്റ് കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ ജില്ലകൾ ഒറ്റയാനെ കണ്ടെത്തുക. ഇതിൽ ഒറ്റപ്പെട്ടത് സിയാൽ പദ്ധതി എറണാകുളം. ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള ഒറ്റയാൻ. ഓക്കെ അല്ലേ? യെസ്. ഇനി കേരളത്തിൻ്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരാണ്? നിലവിൽ സജി ചെറിയാനാണല്ലേ കേരളത്തിൻ്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി. ഓപ്ഷൻ എ സജി ചെറിയാനാണ് ശരിയായുള്ള ഉത്തരം. നെക്സ്റ്റ് താഴെ തന്നിട്ടുള്ള സൂചനയിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം അത് ഒന്നാണ്. ആ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഇനി വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാൻ്റെയും നക്ഷത്ര ആമകളുടെയും വാസകേന്ദ്രമാണ് ഈ വന്യജീവി സങ്കേതം എന്നാണ് പറയുക. ഏതാ വന്യജീവി സങ്കേതം? ചിന്നാർ വന്യജീവി സങ്കേതമാണല്ലേ, ചിന്നാർ വന്യജീവി സങ്കേതം. ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? നമ്മുടെ വാർഡ് മെമ്പറാണല്ലേ. ഗ്രാമസഭയുടെ കൺവീനർ ആരാണെന്ന് ചോദിച്ചാൽ പറയണം, അത് ഓപ്ഷൻ സി വാർഡ് മെമ്പറാണ്. 39ാമത്തെ ക്വസ്റ്റ്യൻ, പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിലാണ് വെച്ച് നടന്നത്? എറണാകുളം. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിലാണ്? എറണാകുളം ആണ്. നെക്സ്റ്റ് 40ാമത്തെ ക്വസ്റ്റ്യൻ, കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ് ഏത്? ഓപ്ഷൻ എ കതിർ ആപ്പ്. ഏത്? ഓപ്ഷൻ എ കതിർ ആപ്പ്. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ് കതിർ ആപ്പ്. 41ാമത്തെ ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആരാണ്? അത് രാജീവ് രഞ്ജൻ സിംഗ്. ആരാണ്? രാജീവ് രഞ്ജൻ സിംഗ്. നെക്സ്റ്റ് പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞത് എത്ര ദൂരമാണ്? അത് 89.45 മീറ്റർ. എത്രയാണ്? 89.45 മീറ്ററാണ്. നെക്സ്റ്റ് 43ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, യുണൈറ്റഡ് നേഷൻസ് UN മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 134. എത്രയാണ്? യുണൈറ്റഡ് നേഷൻസ് മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 134. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ഏതാണ്? ബുധനാണല്ലേ. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ പറയണം, അത് ബുധനാണ്. നെക്സ്റ്റ്, സൽത്താനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീന ഫലമായി രൂപപ്പെട്ട സംഗീത ശൈലി ഏതാണ്? അത് ഹിന്ദുസ്ഥാനി സംഗീതം. ഏതാണ്? ഓപ്ഷൻ സി ഹിന്ദുസ്ഥാനി സംഗീതം. സൽത്താനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീന ഫലമായി രൂപപ്പെട്ട സംഗീത ശൈലിയാണ് ഹിന്ദുസ്ഥാനി സംഗീതം. നെക്സ്റ്റ് 46ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയതാരാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണല്ലേ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണല്ലേ. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. നെക്സ്റ്റ്, നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ല താനും. ഈ വാക്കുകൾ ആരുടേതാണ്? നമ്മുടെ ഗാന്ധിജി അല്ലേ. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ല താനും. ഈ വാക്കുകളുടേതാണ്? ഗാന്ധിജി. നെക്സ്റ്റ്, ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം ഏതാണ്? 800. ഏതാണ്? 800. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് 800. നെക്സ്റ്റ് എന്നാണ് 50ാമത്തെ ലോക അധ്യാപക ദിനം എന്നാണ്? ഒക്ടോബർ 5. ലോക അധ്യാപക ദിനം എന്നാണ്? ഒക്ടോബർ 5. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏതാണ്? ഇന്ദ്ര. ഓപ്ഷൻ എ ഇന്ദ്ര. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏതാണ്? ഇന്ദ്രയാണല്ലേ. നെക്സ്റ്റ്, 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ബ്രസീൽ. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീലാണ്.
നെക്സ്റ്റ്, പ്രസ്താവനകൾ വിലയിരുത്തി താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം വരിക ബിയും സിയുമാണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. നമുക്ക് വായിക്കാം. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശശിര. അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശധമനി. അത് ബിയും സിയുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എയും ഡിയുമാണ്. വിറ്റാമിൻ എയും ഡി. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളക് ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ സി ജ്വാലാമുഖി. താഴെ പറയുന്നവയിൽ ഫിറമോണിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ ബി ബോംബിക്കോൾ. ഏതാണ് ഫിറമോണിന് ഉദാഹരണം? ബോംബിക്കോൾ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിറ്റു സംരക്ഷണത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ ബൊട്ടാണിക്കൽ ഗാർഡൻ. എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ് ഏത്? ബൊട്ടാണിക്കൽ ഗാർഡൻ. നെക്സ്റ്റ്, 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? അത് COVID-19. ഏതാണ്? COVID-19. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? COVID-19. നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു ഏതാണ്? നിപ്പ വൈറസ് ആണല്ലേ. ഓപ്ഷൻ ബി വൈറസ്. നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു ഏതാണ്? വൈറസ്. 60ാമത്തെ ക്വസ്റ്റ്യൻ. ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് പ്രകീർണനം. ഏതാണ്? പ്രകീർണനം. ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് പ്രകീർണനം. 61ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവയ്ക്കുന്ന ഒരു ആസിഡ് മൂലമാണ്. ഏതാണ് ആസിഡ്? ഓപ്ഷൻ എ ഫോമിക് ആസിഡ്. ഏതാണ്? ഫോമിക് ആസിഡ്. നെക്സ്റ്റ്, താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഓപ്ഷൻ സി വിസരണമാണ്. ഏതാണ്? വിസരണം. താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി വിസരണം. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നതിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏതാണ്? സിങ്ക്. ഓപ്ഷൻ സി സിങ്ക് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ്, പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിക്കുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രഗണം ഏതാണ്? ഓപ്ഷൻ ബി വേട്ടക്കാരൻ. ഏതാണ്? വേട്ടക്കാരൻ. പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രഗണം ഏതാണ്? വേട്ടക്കാരനാണല്ലേ. നെക്സ്റ്റ്, മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ലാവോസിയെ. ആരാണ്? ലാവോസിയെ. മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ലാവോസിയാണല്ലേ. ലാവോസിയെ. നെക്സ്റ്റ്, ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏതാണ്? അത് ചാന്ദ്രയാൻ 3. ഏതാണ്? ചാന്ദ്രയാൻ 3. 67 ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക എന്നാണ് പറയുന്നത്. ക്ഷയം പരത്തുന്ന ഏതാണ്? ക്ഷയം മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് അല്ലേ. മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. ഇങ്ങനെ എലിപ്പനി ലെപ്റ്റോസ്പൈറ. എലിപ്പനി ലെപ്റ്റോസ്പൈറ. ഡെങ്കിപ്പനി ഏതാ വരിക? ഡെങ്കിപ്പനി വൈറസ്. മലമ്പനി പ്ലാസ്മോഡിയം. മലമ്പനി പ്ലാസ്മോഡിയം. ഓക്കെ. അപ്പം 1 2 വരുന്നതാണ്. 1 2 ഇത് 2 വരുന്നുണ്ട് അല്ലേ. 1 2 വരുന്നുണ്ട്. ഇനി 2 3 അപ്പം ഓപ്ഷൻ ബി ആ ഉത്തരം വരിക അല്ലേ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. യെസ്, ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? യെസ്. ഇനി മന്ത് രോഗം പരത്തുന്ന കൊതുക് ഏതാണ്? മന്ത് രോഗം പരത്തുന്നത് ക്യൂലെക്സ് കൊതുകാണ് അല്ലേ. മന്ത് രോഗം പരത്തുന്നത് ക്യൂലെക്സ് കൊതുകാണ്. താഴെ തന്നിരിക്കുന്നതിൽ വായുവിൽ കൂടി പകരുന്ന രോഗം ഏതാണ്? മീസിൽസ്. ഓപ്ഷൻ സി മീസിൽസ് ആണ് വായുവിൽ കൂടി പകരുന്ന രോഗം. നെക്സ്റ്റ്, രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഇരുമ്പാണല്ലേ. ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഇരുമ്പാണ്. നെക്സ്റ്റ്, ലോകത്തിലാദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ എഡ്വേർഡ് ജെന്നർ. ആരാണ്? ലോകത്തിലാദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് എഡ്വേർഡ് ജെന്നർ. രക്തസമ്മർദ്ദം അളക്കുന്ന ഒരു ഉപകരണം ഏതാണ്? സ്പിഗ്മോമാനോമീറ്റർ. ഏതാണ് രക്തസമ്മർദ്ദം അളക്കുന്ന ഒരു ഉപകരണം? സ്പിഗ്മോമാനോമീറ്റർ. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നാണ്. ശരിയായ പ്രസ്താവനയാണ് കേട്ടോ. ഇതിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. നമുക്ക് പറയാം എന്താണ് പക്ഷാഘാതം? മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. അതുപോലെ അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ. ഓക്കെ അല്ലേ? അപ്പം 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. എംഫിസി
എംഫിസിമ എന്ന രോഗം ബാധിക്കുന്ന അവയവം ശ്വാസകോശം. എംഫിസിമ എന്ന രോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? ശ്വാസകോശം അല്ലേ. ഇനി കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മരണാന്തര അവയവ കൈമാറ്റ പദ്ധതിയാണിത്, മൃതസഞ്ജീവനി. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മരണാന്തര അവയവ കൈമാറ്റ പദ്ധതിയാണ് മൃതസഞ്ജീവനി. നെക്സ്റ്റ്, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അമൃതം ആരോഗ്യം. എന്താണ്? അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അമൃതം ആരോഗ്യം. 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്. ആരാണ്? ഹർമൻപ്രീത് സിംഗ്. 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ആണ്. 70ാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രമാണ് ആട്ടം. ഇത് ആട്ടം. 70ാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രമാണ് ആട്ടം. നെക്സ്റ്റ്, അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെയാണ്? മലിനജലം. ഇതാണ് മലിനജലം. നെക്സ്റ്റ്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? അത് എസ് സോമനാഥ്. ആരാണ്? എസ് സോമനാഥ്. ഓക്കെ അല്ലേ. അപ്പം 80 GK ചോദ്യങ്ങളാണ് ഇന്നത്തെ പരീക്ഷയിൽ ഉണ്ടായിരുന്നത്. 20 മാത്സും ആണല്ലേ. അപ്പോൾ മാത്സ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൃത്യമായിട്ട് ചർച്ച ചെയ്യാം. ഓക്കെ അല്ലേ. യെസ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് എന്താക്കുക, നമ്മുടെ ചാനൽ ഡെയിലി ഫോളോ ചെയ്യുക. കറണ്ട് അഫയേഴ്സ് അതുപോലെ PVQ ചോദ്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. സീ യു.